ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഒരു കനത്ത വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലം തുടങ്ങുകയാണ്. സ്കൂളുകളൊക്കെ തുറക്കുകയാണ്. സ്കൂളുകളും കോളേജുകളും തുറക്കുന്ന സമയത്ത് കുട്ടികളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വീട്ടുകാർക്ക് വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഭക്ഷണക്രമം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു ഇൻഫർമേഷൻ എന്തുകൊണ്ടാണ് ലേഡീസ് ഓൺലി സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ, വീടുകളിൽ അമ്മമാരാണ് കുട്ടികളുടെ ഭക്ഷണത്തിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അച്ഛന്മാർക്കോ അല്ലെങ്കിൽ പുറത്തുള്ളവർക്കോ പലപ്പോഴും ഈ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാൻ പറ്റുമെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്യുന്നതും കുട്ടികൾക്ക് നൽകുന്നത് അമ്മമാരായതുകൊണ്ട് തന്നെയാണ് ലേഡീസ് ഓൺലീസ്, അതായത് സ്ത്രീകളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. കുട്ടികളുടെ ആഹാരത്തിൽ, അതിപ്പോൾ നഴ്സറി കുട്ടിയായിക്കോട്ടെ ഇല്ലെങ്കിൽ മുതിർന്ന കോളേജിൽ പോകുന്ന കുട്ടികളായിക്കോട്ടെ, ഇവരുടെ ആഹാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ അവർക്ക് നൽകേണ്ട സമയം എന്ന് പറഞ്ഞത് രാവിലെയാണ്. എന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ രാവിലെ തിരക്കിട്ട് പോകുന്ന സമയത്ത് ഏകദേശം 60% കുട്ടികളും രാവിലെ ഒന്നും കഴിക്കാറില്ല. വീട്ടുകാർ വിചാരിക്കും കുഴപ്പമില്ല, കൊണ്ടുപോയി കഴിഞ്ഞാൽ 11 മണിക്ക് എന്തെങ്കിലും കഴിച്ചുള്ളൂ എന്ന് വിചാരിക്കും. എന്നിട്ട് പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡും കൊടുത്തു വിടും. ഇങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. അതായത് ബ്രഞ്ചും ലഞ്ചുമാണ് കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് കൊടുത്തു വിടുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് അവർ കഴിക്കാറില്ല. എന്നാൽ കുട്ടികളുടെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കഴിക്കേണ്ടത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കഴിക്കേണ്ടത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ, രാവിലെ ഫുഡ് കഴിക്കാതെ പോകുന്ന കുട്ടികൾക്ക് രാവിലെ ഇപ്പോൾ ഒരു 9 മണി തൊട്ട് സ്കൂളിൽ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ക്ഷീണവും തളർച്ച അനുഭവപ്പെടും. എങ്ങനെയെങ്കിലും 11 മണിക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് കൂടുതൽ വിശക്കുന്ന സമയത്ത് എന്തെങ്കിലും കിട്ടുന്ന ഭക്ഷണം വാരി വലിച്ച് കഴിക്കുക എന്നൊരു ശീലത്തിലേക്ക് നമ്മുടെ തലച്ചോറ് നമ്മുടെ ശരീരത്തിനെ കൊണ്ടുവന്ന് എത്തിക്കും. അതിനു വേണ്ടിയിട്ട് നമുക്ക് വല്ലാത്ത തളർച്ചയും പരിവേശവും അനുഭവപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. 10-10:30 മണിയാകുന്ന സമയത്ത് കുട്ടികൾക്ക് പിന്നെ ക്ലാസ്സിൽ പോലും എല്ലാ കുട്ടികളും ഉന്മേഷത്തോടെ ഇരിക്കുമ്പോൾ രാവിലെ ഫുഡ് കഴിക്കാത്ത കുട്ടികൾക്ക് രാവിലെ ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ക്രമേണ ഇത് 11 മണിക്ക് കിട്ടുന്ന ഫുഡ് വാരി വലിച്ച് കഴിക്കുന്നത്, അതിപ്പോൾ കുട്ടികൾ കൊണ്ടുപോകുന്ന ബേക്കറി സാധനങ്ങളായിക്കോട്ടെ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തു ആയിക്കോട്ടെ, എങ്ങനെയെങ്കിലും കഴിച്ച് വയറ് നിറയ്ക്കാനായിട്ട് അവർ ചെയ്യും. 11 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ കുറേ നേരം ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് കഴിച്ചതായതുകൊണ്ട് പെട്ടെന്ന് അവർക്കൊരു ക്ഷീണവും വരും. പിന്നെ ഉച്ചയാകുന്നവരെ ഉന്മേഷമില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുകയും ചെയ്യും. 11 മണിക്ക് ഇങ്ങനെ പെട്ടെന്ന് കഴിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ആവശ്യത്തിന് കഴിക്കാനുള്ള വിശപ്പ് കാണാത്തൊരു സാഹചര്യവും ഉണ്ടാവും. ഇത് കുട്ടികളുടെ ആ ഒരു ദിവസത്തിൻ്റെ ആക്ടിവിറ്റിയെ കംപ്ലീറ്റ് താളം തെറ്റിക്കും. ഇപ്പോൾ തലവേദന ടെൻഡൻസി ഉള്ള കുട്ടികളായിക്കോട്ടെ ഇല്ലെങ്കിൽ കുട്ടികൾക്കിപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രെയിൻ ഇറിറ്റേഷൻ വരുന്നവരായിക്കോട്ടെ, എല്ലാം തന്നെ ഈ രാവിലെ തൊട്ട് 11 മണി വരെ ഫുഡ് കഴിക്കാത്ത സ്വഭാവമുള്ളവരാണെങ്കിൽ ഇവർക്ക് ഈ തലവേദന ട്രിഗർ ചെയ്യാനും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും തലവേദന, ഛർദ്ദിൽ പോലുള്ള പ്രോബ്ലംസ് കുട്ടികൾക്ക് വരുന്നതിനും കാരണമാകും. ഇതിനെല്ലാം ഉപരിയാണ് കുട്ടികൾക്ക് വരുന്ന രോഗപ്രതിരോധ ശേഷി കുറവ്. അതായത് നമ്മളിപ്പോൾ സ്കൂളുകളൊക്കെ തുറക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ജലദോഷം, ചുമ, പനി പോലുള്ള പ്രോബ്ലംസ്, ചുമ വന്നാൽ വിട്ടുമാറാതിരിക്കുക, അലർജി ഉള്ളവർക്ക് അത് കൂടുന്നു, ശ്വാസമുട്ടൽ ടെൻഡൻസി, വയറുവേദന പോലുള്ള പ്രോബ്ലംസ് വരാം. ഇതെല്ലാം കുട്ടികൾക്ക് പിടിപെടുത്താലും പിടിപെടുന്ന രോഗങ്ങൾ ഗുരുതരമാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ രോഗപ്രതിരോധ ശേഷി കുറവാണ്. രാവിലെകളിൽ ഫുഡ് കഴിക്കാതെ പോകുന്ന കുട്ടികൾക്ക് വളരെയധികം രോഗപ്രതിരോധ ശേഷി കുറവ് അനുഭവപ്പെടാൻ കാരണമാകും. അതായത് പെട്ടെന്ന് അസുഖങ്ങൾ പിടിപെടാൻ കാരണമാകും. അതുകൊണ്ട് രാവിലെ ഏറ്റവും നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുന്ന കുട്ടികൾക്ക് അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യത ഗണ്യമായിട്ട് കുറവാണ്. ഇത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റാണ് കോളേജിൽ വരെ പോകുന്ന കുട്ടികൾക്ക് നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം. പലരും ചെയ്യുന്നത് വൈകുന്നേരം വന്നിട്ടോ രാത്രി കിടക്കുമ്പോഴായിരിക്കും കുട്ടികൾക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നത്. അതല്ല അമ്മമാരെ, മനസ്സിലാക്കുക, രാവിലത്തെ ഫുഡാണ് പ്രധാനം. രാവിലെകളിൽ കുട്ടികൾക്ക് തലച്ചോറിനും ശരീരത്തിൻ്റെ ഉന്മേഷത്തിനും ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒന്നാമത്തെ ഘടകം പ്രോട്ടീൻ ഭക്ഷണങ്ങളും ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഭക്ഷണങ്ങളുമാണ്. ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ, ഇറച്ചി പോലുള്ള ഭക്ഷണങ്ങൾ കരിച്ചു മൊരിച്ച് എണ്ണയിൽ വറുത്ത് കോരി ഉണ്ടാക്കി കൊടുക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് എന്ന് പറഞ്ഞാൽ നെയ്യ്, വെണ്ണ അല്ലെങ്കിൽ ബട്ടർ പോലുള്ള ഘടകങ്ങൾ, ഇവ കൂടുതൽ ചേർത്തുള്ള ഭക്ഷണങ്ങളോ ഇല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ഹെൽത്തി ആയിട്ട് ഇപ്പോൾ omega-3 ഫാറ്റി ആസിഡ് ഉള്ള ഭക്ഷണങ്ങളോ രാവിലെ നൽകാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ഒപ്പം ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീനുകൾ നൽകാനായിട്ട് നോക്കുക. നോൺ വെജ് കഴിക്കുന്ന ഭക്ഷണമാണ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ പ്രോബ്ലം ഇല്ല. രാവിലെ എങ്ങനെ ഇറച്ചി, മീനും, മുട്ടയെല്ലാം കുട്ടികൾക്ക് നൽകും എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കളുണ്ട്. അങ്ങനെയൊന്നുമില്ല. രാവിലെകളിൽ ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം ഭക്ഷണം കഴിച്ചാൽ ഉച്ചവരെ കുട്ടികൾക്ക് നല്ല എനർജി കിട്ടുകയും കൂടുതൽ പെട്ടെന്ന് ക്ഷീണം വരുന്ന സാഹചര്യം ഒഴിവാക്കുകയും ചെയ്യും. വളരെ പെട്ടെന്ന് ദഹിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ്, പ്രത്യേകിച്ച് രാവിലെ ജ്യൂസുകൾ, ഉയർന്ന മധുരം ചേർത്തുള്ള ഭക്ഷണങ്ങൾ നൽകിക്കഴിഞ്ഞാൽ സ്കൂളിൽ എത്തിക്കഴിയുമ്പോൾ കുട്ടികൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, പെട്ടെന്ന് ബ്രെയിൻ ഫോഗ് ഉണ്ടാകുന്നതിന് കാരണമാകും. ഇത് കുട്ടികൾക്ക് പലപ്പോഴും ഓർമ്മശക്തി വരെ കുറയുന്നതിന് കാരണമാകും. അതുകൊണ്ട് രാവിലെകളിൽ ഇപ്പം ജ്യൂസ് അല്ലെങ്കിൽ അമിതമായി മധുരം ചേർന്ന ഭക്ഷണങ്ങൾ, പെട്ടെന്ന് ദഹിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് എന്നിവ നൽകാതിരിക്കുക. ഏറ്റവും നൽകാൻ സാധിക്കുന്ന ഒരു ഐഡിയൽ കാർബോഹൈഡ്രേറ്റ് രാവിലത്തെ എന്ന് പറയുന്നത് നമ്മുടെ സിമ്പിൾ ഫുഡാണ്. ഇഡ്ഡലി, സാമ്പാർ, ഇഡ്ഡലി, ചമ്മന്തി പോലുള്ള ഭക്ഷണങ്ങളാണ്.
കുട്ടികൾക്ക് ഒരു ഭക്ഷണം രാവിലെ കാണുമ്പോൾ ഇത് അയ്യോ എന്നും ഇഡ്ഡലി അങ്ങനെയൊന്നുമില്ല. ദോശ ഉണ്ടാക്കി നൽകാം, ഇല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കി നൽകാം, ഓട്സ് ഉപയോഗിച്ച് ഭക്ഷണങ്ങൾ പാകം ചെയ്ത് നൽകാം. ഇതെല്ലാം ഹെൽത്തി ഭക്ഷണങ്ങൾ തന്നെയാണ്. നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഭയങ്കര ഈസിയാണ്. കുട്ടികൾക്ക് ഭക്ഷണങ്ങളെ ആദ്യം ആകർഷിക്കുന്ന അവരുടെ കണ്ണിലാണ്. കണ്ണിൽ ആ കുട്ടികൾക്ക് നല്ല നിറമുണ്ടെങ്കിൽ കുട്ടികൾ അത് അറ്റ്ലീസ്റ്റ് അവരുടെ വായുടെ അടുത്ത് വരെയെങ്കിലും എത്തിക്കും. വായുടെ അടുത്തെത്തിച്ചാൽ ആ ഭക്ഷണത്തിന് നല്ല മണം ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇത് കഴിക്കാനും ചവയ്ക്കാനും ഉണ്ട്. ചവയ്ക്കുന്ന ഒരു ടെൻഡൻസി കുട്ടികൾക്ക് ആയിക്കഴിഞ്ഞാൽ രുചിയുണ്ടെങ്കിൽ പിന്നെ കുട്ടികളത് കഴിച്ചോളും. ഇങ്ങനെയാണ് കുഞ്ഞു കുട്ടികൾ മുതൽ കോളേജിലുള്ളവരെ ഭക്ഷണത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. സിമ്പിളായിട്ടുള്ള പ്രിൻസിപ്പിളാണ് കേട്ടോ. എപ്പോഴും കുട്ടികൾക്ക് ഇഷ്ടം അല്പം മധുരവും അല്പം പുളിയും ചേർന്നിട്ടുള്ള കോമ്പിനേഷനിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഇപ്പോൾ ചെറിയ ടൊമാറ്റോ പോലുള്ള ഭക്ഷണങ്ങൾ ചേർത്തിട്ട് എപ്പോഴും ഭക്ഷണം പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ ചെറിയ പുളിയും ചെറിയ മധുരവും ചേർത്തുള്ള കോമ്പിനേഷൻ കിട്ടും. സവാള നന്നായിട്ട് വഴറ്റി ഭക്ഷണം ഉണ്ടാക്കി നൽകിയാലും ഈ ഒരു കോമ്പിനേഷൻ കുട്ടികൾക്ക് ഉണ്ടാക്കി നൽകാൻ പറ്റും. കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ വരുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് മുട്ടയാണ്. മുട്ട കുട്ടികൾക്ക് സാധാരണഗതിയിൽ ഒരു മുട്ട കുട്ടികളെ കഴിപ്പിക്കാവുന്ന മാതാപിതാക്കൾ കാണാം. എന്നും മുട്ട കൊടുത്താൽ എങ്ങനെയെന്ന് പേടിക്കുന്ന മാതാപിതാക്കളുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഒരു ദിവസം കുട്ടികൾക്ക് 4 മുട്ട വരെ നൽകാവുന്നതാണ്. ഒരു പ്രോബ്ലം ഇല്ല, സേഫായിട്ട് നൽകും. കാരണം ഇതിനകത്തുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ് കുട്ടികളുടെ എനർജിക്കും ഉന്മേഷത്തിനും ശരീരത്തിലെ യൂട്ടിലൈസേഷനുമായിട്ട് ഉപയോഗിക്കും. ഹെൽത്തി ഫാറ്റാണ്. മാത്രമല്ല കുട്ടികൾക്ക് തലച്ചോറിന് നല്ല വൈറ്റമിൻ എ ഉണ്ട്, സെലീനി ഉണ്ട്, കണ്ണുകൾക്ക് നല്ലതാണ്, നെർവുകൾക്ക് നല്ലതാണ്, സ്കിന്നിന് കുട്ടികൾക്ക് നല്ല ഗ്ലോ കിട്ടുന്നതിന് നല്ലതാണ്. കുട്ടികളെപ്പോഴും ആക്റ്റീവായിരിക്കാൻ മുട്ട നൽകാവുന്നതാണ്. രാവിലെ 2 മുട്ട നൽകാവുന്നതാണ്. ചിക്കൻ നൽകാവുന്നതാണ്. ഇപ്പോൾ ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ വീട്ടുകാർ പലരും ചെയ്യുന്നത് തലേ ദിവസം രാത്രി ഉണ്ടാക്കിയ ഭക്ഷണം എടുത്തു വെച്ചിരുന്നിട്ട് രാവിലെ ചിക്കനൊക്കെ ചൂടാക്കി നൽകും. ഇങ്ങനെ മസാല ചേർത്തത് എണ്ണ ചേർത്തുള്ള ചിക്കൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ചിക്കൻ വാങ്ങിയതിന് ശേഷം ഇപ്പം എല്ല് കുറവുള്ള ചിക്കനാണെന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ട് അധികം മസാലയൊന്നും ചേർക്കാതെ അല്പം ഉപ്പും അല്പം മഞ്ഞളും ചേർത്ത് പുഴുങ്ങി വെച്ചിരിക്കുക. ഇപ്പോൾ രാവിലെ ഫുഡ് ഉണ്ടാക്കുന്നു, ഇപ്പോൾ ഉദാഹരണത്തിന് ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ദോശമാവ് നിങ്ങൾ അതിൻ്റെ ചട്ടിയിൽ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരല്പം ദോശ വെന്ത് വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ചിക്കൻ ചെറിയ പീസായിട്ട് പിച്ചിടാനായിട്ട് നോക്കുക. അത്യാവശ്യം നല്ല ലെവലിൽ ഇതായിക്കഴിഞ്ഞാൽ ഒരല്പം ഉപ്പോ ഒരല്പം എന്തെങ്കിലും ഒരു ഫ്ലേവറിനായിട്ട് എന്തെങ്കിലും കൂടെ ഒരു മസാല അല്പം കുരുമുളകോ ചേർക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കുക. തിരിച്ച് 2 സൈഡും മറിച്ചിടുക. നല്ല അടിപൊളി പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഈ പറഞ്ഞ മുട്ട ദോശ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സിമ്പിളാണ്. നിങ്ങൾക്കിത് ട്രൈ നോക്കാം. ഏത് കോമ്പിനേഷൻ വേണോ ട്രൈ നോക്കാം. ഇതിനാകുമ്പോൾ ആവശ്യമില്ലാതെ മസാല രാവിലെ ഈ മസാലയൊക്കെ കുട്ടികൾ കൊടുത്തെന്നുള്ള പ്രശ്നം വേണ്ട, എണ്ണ കൊടുത്തു എന്നുള്ള പ്രശ്നം വേണ്ട. ഇങ്ങനെ ഉണ്ടാക്കി നൽകാവുന്നതാണ്. ഇനി ഇപ്പോൾ ഇഡ്ഡലിയൊക്കെ നൽകുകയാണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലിക്കകത്ത് തന്നെ പല കളർ വ്യത്യാസം ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പം ബീട്രൂട്ട് നിങ്ങൾക്ക് ഒരല്പം അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒരു മെറൂൺ കളറിലുള്ള ഒരു നമുക്ക് ഇഡ്ഡലി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പച്ച കളറിലാണെങ്കിൽ ചീര നിങ്ങൾക്ക് ചേർക്കാൻ പറ്റും. അല്ലെങ്കിൽ പാലക്കൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പച്ച കളറിലുള്ള ദോശയോ ഇഡ്ഡലിയോ ഒക്കെ ഉണ്ടാക്കി നൽകാം. ഉപ്പുമാവാണ് ഉണ്ടാക്കി നൽകുന്നതെങ്കിൽ ഉപ്പുമാവിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഈ സവാളയും മറ്റ് പച്ചക്കറികളും ചേർക്കുന്ന പോലെ തന്നെ അതിനകത്ത് നിങ്ങൾക്ക് നട്ട്സ് ചേർക്കാവുന്നതാണ്. നട്ട്സ് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര രുചിയാണ് കേട്ടോ. നല്ല ഉണക്കമുന്തിരിയൊക്കെ ചേർത്തിട്ട് അല്ലെങ്കിൽ അതിനകത്ത് കശുവണ്ടി പരിപ്പ് കൂടെ നെയ്യിൽ ഒരല്പം വറുത്ത് കോരിയിട്ട് നോക്കി നല്ല രുചിയായിട്ട് കുട്ടികൾക്ക് രാവിലെ ഹെൽത്തി ആയിട്ട് ഉപ്പുമാവ് നൽകാനായിട്ട് സാധിക്കും. ഇതേപോലുള്ള നല്ല കോമ്പിനേഷൻസ് രാവിലെ ഉണ്ടാക്കാൻ നോക്കുക. അമിതമായിട്ട് എണ്ണ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ നൽകരുത്. നെയ്യ് നിങ്ങൾക്കിപ്പം ഏത് ഭക്ഷണവും പ്രിപ്പയർ ചെയ്തിട്ട് അതിനകത്ത് ചെറു ചൂടോടുകൂടി ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് വയ്ക്കുക. കുട്ടികൾക്ക് നല്ല മണവും നല്ല കളറും ആ ഭക്ഷണത്തിന് കിട്ടും. കുട്ടികളിത് കഴിക്കും. ഈ ലെവലിൽ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി 11 മണിക്കുള്ള ഫുഡാണ്. 11 മണിക്ക് പലരും ചെയ്യുന്നത് വീട്ടിലിരിക്കുന്ന ഒരു 2 ബിസ്ക്കറ്റ് എടുത്ത് പാക്കറ്റിലാക്കി കൊടുക്കും, ഇല്ലെങ്കിൽ ഒരു പപ്സ് കൊടുക്കും, ഇല്ലെങ്കിൽ ഒരു ചെറിയ സ്ലൈസസ് 2-3 സ്ലൈസ് കേക്ക് നൽകാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഇപ്പോഴത്തെ സ്കൂളിൽ ടീച്ചേഴ്സ് തന്നെ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റുകൾ അല്ലെങ്കിൽ ബ്രഞ്ച് ഭക്ഷണങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുവരാതിരിക്കുക എന്നുള്ളത്. ഏറ്റവും നല്ല ഒരു കോമ്പിനേഷൻ ഫുഡ് എന്ന് പറയുന്നത് നട്ട്സാണ്. നട്ട്സ് കുട്ടികൾക്ക് 11 മണിക്ക് കഴിക്കാൻ നൽകാം. കപ്പലണ്ടി, നിലക്കടല ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഏത് തരത്തിലുള്ള നട്ട്സിൻ്റെ കോമ്പിനേഷൻസ് ആയിക്കോട്ടെ. അമിതമായി എണ്ണ അല്ലെങ്കിൽ ഈ ഉപ്പ് ചേർത്തിട്ടുള്ള നട്ട്സ് അല്ല കേട്ടോ. അല്ലാത്ത നട്ട്സ് കുട്ടികൾക്ക് അല്പം നൽകാവുന്നതാണ്. നിങ്ങൾക്ക് കാരയ്ക്ക പോലെ അല്ലെങ്കിൽ ഈത്തപ്പഴം പോലുള്ള ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് ഇതിൻ്റെ ഒപ്പം കൊടുത്തു വിടാവുന്നതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ബ്രെഡൊക്കെയാണ് കൊടുത്തു വിടുന്നുണ്ടെങ്കിൽ ഒരു ബ്രെഡിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിനകത്ത് ഒരല്പം മുട്ട ചേർക്കുക. കുറച്ച് ഇലകൾ കൂടി അതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. കാരണം ബ്രെഡിനകത്ത് നിങ്ങൾക്കറിയാം മൈദയാണ്, അതിനകത്ത് ബേക്ക് ചെയ്ത് വരുന്ന ഭക്ഷണമാണ്. അതിനകത്ത് ഈ നമ്മുടെ ശരീരത്തിന് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും കുട്ടികൾക്ക്. അതുകൊണ്ട് അതോടൊപ്പം വെള്ളവും കുടിക്കണം. കുറച്ച് ഈ പച്ചക്കറികൾ, നാരുകൾ കൂടി ചെല്ലുമ്പോൾ കുട്ടികൾക്ക് അത് വളരെ പെട്ടെന്ന് ശരീരം വലിച്ചെടുക്കും. നമ്മൾ ഈ മൈദയുടെ പ്രോബ്ലംസ് എന്നൊക്കെ പറയുന്നത് അധികം അഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് ഇലകളും കുറച്ച് സാലഡും കൂടി ചേർക്കുമ്പോൾ നല്ലതാണ്. ഇതല്ലെങ്കിൽ വേറൊരു കോമ്പിനേഷൻ പറഞ്ഞുതരാം കേട്ടോ. ചപ്പാത്തി ഇല്ലേ, ചപ്പാത്തി നിങ്ങൾ നിവർത്തി വെച്ചതിന് ശേഷം
അതിനകത്ത് നെയ്യ് നിങ്ങളൊരല്പം പുരട്ടുക. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ ചെറിയ പീസായിട്ട് പൊട്ടിച്ച് ഇടാനായിട്ട് നോക്കുക. ടൊമാറ്റോ ചെറിയ പീസായിട്ട് അരിഞ്ഞിടുക. ടൊമാറ്റോ പേസ്റ്റാക്കി വയ്ക്കാനും നോക്കുക. പൊതിഞ്ഞ് കൊടുത്തു വിടുക. ഇത് കുട്ടികൾ ഹെൽത്തി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും രാവിലെ ഒരു 11 മണിക്ക് കഴിക്കുക. അതല്ലെങ്കിൽ ചപ്പാത്തിയും ഒരു മുട്ടയും കൂടെ ചേർത്ത് വച്ചിട്ട് നിങ്ങൾക്ക് 11 മണിക്ക് കുട്ടികൾക്ക് നൽകാവുന്നതാണ്. ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സോ കുട്ടികൾക്ക് നൽകാവുന്നതാണ്. എപ്പോഴും കുട്ടികൾക്ക് ഫുഡ് നമ്മൾ കൊടുത്തു വിടുന്ന സമയത്ത്, ഇത്തരത്തിലുള്ള ഹെൽത്തി ഭക്ഷണം നൽകുന്ന സമയത്ത് ഒരല്പം കൂടുതൽ കൊടുത്തു വിടാനായിട്ട് നോക്കുക. കാരണം എന്തെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഷെയർ ചെയ്ത് കഴിക്കാൻ ഇഷ്ടപ്പെടും. അതിപ്പം നഴ്സറി സ്കൂൾ മുതൽ തന്നെ കുട്ടികളെ ശീലിപ്പിച്ചാൽ അവരുടെ ക്ലോസ് ഫ്രണ്ട്സിന് അവർക്ക് ഇത്തരം ഭക്ഷണങ്ങൾ നൽകുന്ന സമയത്ത് ആ കുട്ടികളും അവരുടെ വീട്ടിൽ പോയി പറയും, അമ്മ എനിക്ക് ഇത്തരത്തിലുള്ള നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നു. അങ്ങനെ അവരും ഈ ഒരു ശൈലിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല നമ്മുടെ കുട്ടികൾക്ക് ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യാനും ഇത് സാധിക്കും. ഇനി ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണ്. ഉച്ചയ്ക്ക് കുട്ടികൾക്ക് ചോറൊക്കെ നൽകിയാൽ എങ്ങനെ എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഒരു കുഴപ്പമില്ല, അല്പം ചോറ് നിങ്ങൾക്ക് നൽകാം, കറികൾ നൽകാം. വീട്ടിലുണ്ടാക്കുന്ന സാധാരണ കറികൾ, അമിതമായി എണ്ണ, അമിതമായി മസാല, ഈ കരിച്ചു മുരിച്ചത്, ഈ ഒരു രീതി ഒഴിവാക്കി എന്തു വേണോ കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്ത് നൽകാം. പക്ഷേ നൽകുന്ന സമയത്ത് അതിനകത്ത് പ്രോട്ടീൻ ഉണ്ടെന്ന് നിർബന്ധമായിട്ട് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഇപ്പോൾ നൽകുമ്പോൾ അതിനകത്ത് ഇപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ പയറ്, കടല, പരിപ്പ് പോലുള്ളവ എന്തായിട്ട് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഇപ്പം നട്ട്സൊക്കെ ഇല്ലേ, നട്ട്സ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ചെറിയ കറികളുണ്ടാക്കാം. നമ്മൾ സാധാരണ മലയാളികൾ ഏത് കറികളുണ്ടാക്കിയാലും അതിന് എരിവ് വേണം അല്ലെങ്കിൽ മുളക് വേണമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഒരല്പം ടേസ്റ്റി ആയിട്ട്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ ടേസ്റ്റ് വേണമെന്നേ ഉള്ളൂ. അതിന് നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരല്പം മധുരം അല്പം പുളിയും ചേർന്നിട്ടുള്ള കോമ്പിനേഷനാണ്. അല്ലാതെ അമിതമായിട്ടുള്ള എരിവല്ല കുട്ടികൾക്ക് ഇഷ്ടം. മുളക് കുട്ടികൾക്ക് നൽകുന്നതിനേക്കാൾ അല്ലെങ്കിൽ മസാലകൾ നൽകുന്നതിനേക്കാൾ എരിവിനായിട്ട് കുട്ടികൾക്ക് ഒരല്പം ഇഞ്ചി ചേർത്തിട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി ചേർത്ത് നൽകിക്കഴിഞ്ഞാൽ ചെറിയൊരു എരിവ് ടേസ്റ്റും ഉണ്ടാവും. അതോടൊപ്പം കുറച്ച് നട്ട്സോ അല്ലെങ്കിൽ മറ്റ് സവാളയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ചെറിയൊരു മധുരം ടേസ്റ്റും ഫീൽ ചെയ്യും. ടൊമാറ്റോ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു പുളി ടേസ്റ്റും ഫീൽ ചെയ്യും. ഇങ്ങനെ അവർക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഉണ്ടാക്കി നൽകുക. യഥാർത്ഥത്തിൽ അടുക്കളയിൽ ഒരു ശാസ്ത്രജ്ഞയെ പോലെ അമ്മമാർ പ്രവർത്തിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് ഇത്തരത്തിൽ വെറൈറ്റി ഭക്ഷണങ്ങൾ, ഇപ്പോൾ ഇഷ്ടം പോലെ ചോയ്സസ് ഉണ്ട്. നിങ്ങൾ യൂട്യൂബ് എടുത്ത് തുറന്നു നോക്കിയേ, പല പല ഫുഡിൻ്റെ കോമ്പിനേഷൻസ് കാണാൻ പറ്റും. ഞാൻ തന്നെ ഇതിനു മുമ്പ് പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിച്ച്, ലൈക്ക് ഇപ്പോൾ മീൻ, ഇറച്ചി, മുട്ട, ഷെൽ ഫിഷസ്, അതേപോലെ തന്നെ ഇപ്പം നട്ട്സ്, അതേപോലെ നിങ്ങൾക്കിപ്പം പനീർ പോലുള്ള ഭക്ഷണങ്ങൾ, പയറ്, കടല, പരിപ്പ്, അല്ലെങ്കിൽ ഇവയുടെയൊക്കെ കോമ്പിനേഷൻസ് ഒക്കെ ഉപയോഗിച്ച് എന്തെല്ലാം ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്ത് നൽകുക അല്ലേ. ഇത് നിങ്ങളൊന്ന് ചെയ്തിട്ട് പിറ്റേ ദിവസത്തേക്കുള്ള ഒന്ന് ആലോചിക്കുക. ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ തന്നെ പിറ്റേ ദിവസത്തേക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിച്ച് ഹെൽത്തി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും. രാവിലെ ഈസി ആയിട്ട് കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി നൽകാം. ഇനി 4 മണിക്ക് കുട്ടികൾ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. 4 മണിക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും പലരും ചെയ്യുന്ന ബേക്കറിയിൽ നിന്ന് ഒരു പപ്സ് വാങ്ങിച്ചു വെച്ചേക്കും, ഇല്ലെങ്കിൽ ഓടി വരുന്ന കുട്ടികൾക്ക് ജ്യൂസ് വാങ്ങിച്ചു വെച്ചേക്കും, അല്ലെങ്കിൽ ഐസ്ക്രീം വാങ്ങിച്ചു വെച്ചേക്കും. അത് ചെയ്യരുത്. വീട്ടിൽ കഴിയുന്നത്ര ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നൽകാനായിട്ട് നോക്കുക. കൊഴുക്കട്ടയില്ലേ, പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലെല്ലാം അമ്മമാരുണ്ടാക്കി തരുന്നത് കൊഴുക്കട്ടയ്ക്കകത്ത് അത്യാവശ്യം എന്തെങ്കിലും നമുക്ക് നട്ട്സിൻ്റെയും അല്ലെങ്കിൽ ഇത്തിരി ശർക്കരയുടെയും കോമ്പിനേഷൻ വെച്ച് നോക്കിയാൽ കുട്ടികൾ ടേസ്റ്റി ആയിട്ട് കഴിക്കാനായിട്ട് നോക്കും. അതല്ലെങ്കിൽ അവലില്ലേ, അവല് വിളയിച്ച ഭക്ഷണമായിട്ട് നൽകാൻ നോക്കുക. ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഈ ഇത്തരത്തിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ റിസർച്ച് ചെയ്ത് എന്തെങ്കിലും ഒരു പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. ഇതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അല്പം ബേക്കറി സാധനം വാങ്ങിച്ചു വയ്ക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതോടൊപ്പം നല്ല ഭക്ഷണങ്ങൾ ഒരു 70% കൊടുക്കുക, 30% ബേക്കറി ഭക്ഷണം ആയിക്കഴിഞ്ഞിരുന്നാൽ അത് വലിയ പ്രോബ്ലം ഇല്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണം അവർ എത്ര അളവ് അതിനകത്ത് ഹെൽത്തി ആയിട്ടുള്ള കണ്ടൻസ് കഴിക്കുന്നു എന്നുള്ളതാണ്. ബേക്കറി ഭക്ഷണം കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള കാലറിയും ഉയർന്ന അളവിൽ ട്രാൻസ് ഫാറ്റൊക്കെയാണ് എത്തുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കുട്ടികൾ കൂടുതൽ അമിതവണ്ണം വരുന്നത്, കുട്ടികൾക്ക് കഴുത്തിന് നിറവ്യത്യാസം വരുന്നത്, ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് അസുഖങ്ങൾ വരുന്നത്, പ്രതിരോധശേഷി കുറയുന്നത്. എന്നാൽ ഞാൻ ഈ പറയുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ നൽകിക്കഴിഞ്ഞാൽ ഇപ്പം കുട്ടികൾ ബേക്കറി ഭക്ഷണം കഴിച്ചാലും ടോട്ടൽ ഭക്ഷണത്തിൻ്റെ 30% മാത്രമേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ തോതിലുള്ള അസുഖങ്ങൾ ബാധിക്കില്ല. കാരണം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ശരീരം യൂട്ടിലൈസ് ചെയ്യും. എപ്പോഴും കുട്ടികൾക്ക് നട്ട്സ് നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തുക, ഇലക്കറികൾ ഉൾപ്പെടുത്തുക. കാരണം വളരുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് കാൽഷ്യം, മഗ്നീഷ്യം, സിങ്ക്, ഫോസ്ഫറസ്, സെലീനിയം പോലുള്ള കണ്ടൻസ് വളരെ പ്രധാനമായിട്ട് ആവശ്യമാണ്. എല്ലുകൾക്ക് ഉറപ്പ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ കാൽഷ്യവും മഗ്നീഷ്യവും പ്രോട്ടീനും ധാരാളമായിട്ട് വേണം. ഇങ്ങനെയുള്ള
കോമ്പിനേഷൻസ് എങ്ങനെ കുട്ടികൾക്ക് നൽകാം എന്നുള്ളത് ചിന്തിക്കുക. എള്ള് ചേർത്തുള്ള ഭക്ഷണങ്ങൾ, എള്ളുണ്ട പോലുള്ളവ കുട്ടികൾക്ക് മധുര പലഹാരം എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ കൊടുത്ത് ശീലിപ്പിക്കുക. ചെറുതിലെ കൊടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി കഴിക്കുക. അതേപോലെ ഇപ്പോൾ കടലമുട്ടായി കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. ഇത്തരത്തിലുള്ള സാധനങ്ങളായിരിക്കണം ബേക്കറിയിൽ നിന്നും കൂടുതൽ വാങ്ങേണ്ടത്. അങ്ങനെയെങ്കിൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ഇവ തന്നെ ശീലിക്കും. സ്വയം കുട്ടികൾ പുറത്തുപോയി വാങ്ങുന്ന സമയത്തും ഇതിനോടൊക്കെയുള്ള ടേസ്റ്റ് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടാനായിട്ട് ശ്രദ്ധിക്കും. ഇനി കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന പാത്രങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായിട്ടും പ്ലാസ്റ്റിക് പല കളറിലുള്ള പാത്രങ്ങൾ, വാട്ടർ ബോട്ടിലുകളാണ് കൂടുതൽ മാതാപിതാക്കളും വാങ്ങുന്നത്. കഴിയുന്നത്ര സ്റ്റീൽ വാട്ടർ ബോട്ടിലും സ്റ്റീലായിട്ടുള്ള പാത്രങ്ങളും വാങ്ങി നൽകാനായിട്ട് നോക്കുക. ഇനി നിങ്ങൾ പ്ലാസ്റ്റിക് ആണ് നൽകുന്നുണ്ടെങ്കിൽ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് എന്ന ഒരു വിഭാഗമുണ്ട്. അതായത് പാത്രത്തിൻ്റെ അടിയിൽ അതിൻ്റെ നമ്പറിങ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. പലപ്പോഴും നമ്മുടെ കടകളിൽ കിട്ടുന്നതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ നമ്പറിങ് എന്ന് പറയുന്നത് 1 ആയിരിക്കും രേഖപ്പെടുത്തിയത്. അതായത് ഉപയോഗിച്ച് കളയുന്ന ടൈപ്പ് പ്ലാസ്റ്റിക്കുകളാണ്. അത്തരത്തിലുള്ളവ ഉപയോഗിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് 5 ഗ്രേഡിങ്ങിലുള്ള ഈ വാട്ടർ ബോട്ടിലുകളും പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലാണെങ്കിലും നിങ്ങൾ വാങ്ങുന്ന ടിഫിൻ ബോക്സ് ആണെങ്കിലും നമ്പർ 5 രേഖപ്പെടുത്തിയിട്ടുള്ളത് വാങ്ങാനായിട്ട് നോക്കുക. ഈ പറഞ്ഞ രീതിക്ക് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകുക. കുട്ടികൾ ഹാപ്പി ആയിട്ട് സ്കൂളിലേക്ക് പോകും, വലിയ അസുഖങ്ങളും വരത്തില്ല. എല്ലാ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ കുടുംബത്തിൻ്റെ അറിവിലേക്കായിട്ട് നിർബന്ധമായിട്ടും ഷെയർ ചെയ്യുക. ഉറപ്പായിട്ടും നമ്മുടെ കുട്ടികൾ ആരോഗ്യത്തോടുകൂടി വളരുന്നതിന് ഈ പറഞ്ഞ ഇൻഫർമേഷൻ ചെറുതായിട്ടെങ്കിലും ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. ലേഡീസ് ഓൺലി സീരീസിൻ്റെ നല്ലൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം. ബൈ.